ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവർക്കും സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ PA പോയിട്ട് നമ്മുടെ ശ്രുതിയുടെ വീട്ടിലെ രഹസ്യങ്ങളൊക്കെ തോണ്ടുകയാണ്. അപ്പോൾ അവിടെ അടുത്തുള്ളൊരു അമ്മുമ്മയുടെ അടുത്ത് പോയി സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ശ്രുതി വിവാഹിതയായിരുന്നു എന്നും അതുപോലെ ശ്രുതിയുടെ മകനാണ് ആദി എന്നുള്ള സത്യമൊക്കെ തിരിച്ചറിഞ്ഞ് PA ആണെങ്കിലും എങ്ങനെയെങ്കിലും ശ്രുതിയെ തൻ്റേതാക്കി മാറ്റണം. ഇത് മാത്രമാണ് പുള്ളിക്കാരൻ്റെ ആ ഒരു ഒറ്റ വിചാരം. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. പിന്നീടാണെങ്കിലും നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ വേദന കൊണ്ട് പൊളയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? എൻ്റെ മകൻ്റെ കല്യാണം കൂടി അടുത്തില്ലേ? ഇനി ഞാൻ ഇങ്ങനെ കിടക്കയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ കല്യാണം ആര് മുന്നിട്ട് നിന്ന് നടത്തും എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ രേവതിക്കും ചന്ദ്രയുടെ ഈ ഒരു നിലവിളിയും വിഷമവും ഒക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കിനും അവൾക്കും വലിയ സങ്കടമൊക്കെ ആയി. അവളാണെങ്കിൽ നമ്മുടെ അച്ഛമ്മയുടെ അടുത്ത് പോയിട്ട് അച്ഛമ്മയോട് സംസാരിക്കുക. അതെ അച്ഛമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. അച്ഛമ്മ എന്നെ വഴക്ക് പറയുമെന്ന് ചോദിക്കുമ്പം ഇല്ല, എന്തിനാ ഞാൻ മോളെ വഴക്ക് പറയുന്നത്? പിന്നെ കഴിഞ്ഞ ദിവസം കാണിച്ചതുപോലെ തറ തുടക്കുന്ന പരിപാടി, അതും രാത്രിയിലെങ്ങാനും ആണെങ്കിൽ ഈ അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് നല്ല ചുട്ട അടി കിട്ടുമെന്നും പറഞ്ഞ് നമ്മുടെ അച്ഛമ്മ രേവതിയോട് ഇങ്ങനെ കാര്യത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛമ്മ പാവമുണ്ട്, അമ്മയ്ക്ക് നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു. ദേ കരച്ചിൽ കേട്ടില്ലേ, ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും പൊടിക്കൈ അറിയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അച്ഛമ്മ ഒരു നിമിഷമൊന്നും മിണ്ടാതെ ഇരുന്നു. മോളെ, കഷായത്തിൻ്റെ കാര്യമാണോ നീ ആലോചിക്കുന്നതെന്ന് ചോദിച്ചപ്പം അത് തന്നെയാണ്. അപ്പോൾ സച്ചി ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു രേവതി, നിന്നെ കൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താണ് ഇവരെ വീണ്ടും വീണ്ടും സ്നേഹിച്ച് കൊല്ലുന്നതെന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ ചന്ദ്രമതിയെ കുറിച്ചിട്ട് ഇങ്ങനെ കുറ്റം പറയാൻ തുടങ്ങി. അപ്പോൾ രേവതി പറഞ്ഞു, എത്രയൊക്കെ വന്നാലും നിങ്ങളുടെ അമ്മയല്ലേ, നിങ്ങളുടെ അമ്മയെന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ അമ്മ തന്നെയല്ലേ. അതുകൊണ്ട് അവരിങ്ങനെ കരയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കഷായം ഒന്ന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അച്ഛമ്മ പറയാണ്, കഷായത്തിന് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒരുപാട് മരുന്നുകളൊക്കെ വേണ്ടേ മോളെ, അതിന് നമ്മൾ ഇവിടെ പോയി വാങ്ങുമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും സച്ചി പറയാണ്, അത് വേണമെങ്കിൽ ഞാൻ പോയി വാങ്ങിക്കാം. എന്നാൽ പിന്നെ അവൻ്റെ കയ്യിലേക്ക് ആ ലിസ്റ്റ് കൊടുക്കാമെന്നും പറഞ്ഞ് അച്ഛമ്മ ഒരു ലിസ്റ്റ് അങ്ങ് തയ്യാറാക്കി നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സച്ചി പറഞ്ഞു, ഇതൊക്കെ ഇപ്പം ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കും, പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മ എന്താണാവോ കരുതി വെക്കുന്നതെന്ന് എനിക്കൊരു നിശ്ചയവും ഇല്ലയെന്നും പറഞ്ഞ് സച്ചി അങ്ങോട്ട് പോകുമ്പം, അല്ലച്ചമ്മ ഇതിപ്പം എവിടെ പോയി ചോദിക്കും? മോനെ, നീ ഒരു കാര്യം ചെയ്, അങ്ങാടി മരുന്ന് കടയിൽ ഈ സാധനങ്ങളൊക്കെ കിട്ടും, നീ അവിടെ പോയി വാങ്ങിക്കെന്നും പറഞ്ഞ് സച്ചിയോട് പറഞ്ഞു. അങ്ങനെ സച്ചി അത് വാങ്ങാൻ പോകുന്ന ആ ഒരു സമയത്ത് ചന്ദ്രവേദന കൊണ്ട് സഹിക്കാൻ പറ്റാണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചന്ദ്രമതിയുടെ വേദനയൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മൂത്ത പുത്രനുണ്ടല്ലോ നമ്മുടെ സുധീന്ദ്രൻ ഒരു വാക്കിംഗ് സ്റ്റിക്കൊക്കെ വാങ്ങിക്കൊണ്ട് വരികയാണ്. അപ്പൊ അമ്മ വിഷമിക്കുമൊന്നും വേണ്ട, അമ്മയുടെ വേദനയൊക്കെ ഈ മോൻ പമ്പ കടത്തുമെന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ എന്താ മോനെ നിന്റെ കയ്യിലൊരു പൊതിയെന്നും പറഞ്ഞ് ചന്ദ്രമതി ചോദിക്കുമ്പം അതൊക്കെയുണ്ട്. ദേ ഇനി എൻ്റെ അമ്മ ഈ സാധനവും വെച്ച് വടി വെച്ച് കുത്തി കുത്തി നടക്കാനൊക്കെ പറ്റും, അതുകൊണ്ട് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ അമ്മക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാനും പറ്റുമെന്നും പറഞ്ഞ് ഇവൻ ആ ഒരു വാക്കിംഗ് സ്റ്റിക്ക് നമ്മുടെ ചന്ദ്രമതിക്ക് സമ്മാനിക്കുക. അപ്പൊ ചന്ദ്രയാണെങ്കിലും കണ്ടില്ലേ, എൻ്റെ മോന് ഇവന് മാത്രമല്ല ഇങ്ങനെയൊക്കെ തോന്നിയുള്ളൂ, എൻ്റെ ഈ ഒരു വിഷമവും എനിക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ട് അവൻ എന്നെ സഹായിക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രസുതിയെ കുറിച്ചിട്ട് വലിയ കാര്യത്തിന് ഇങ്ങനെ സംസാരിച്ചു പോവുക. അപ്പോഴത്തേക്കിനും ആണെങ്കിലോ നമ്മുടെ അച്ഛമ്മ അവിടെ വന്നു ഈ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ്. എന്താണാവോ ഇവൻ ഈ കാണിക്കുന്നതെന്ന്. അങ്ങനെ പിന്നീടാണെങ്കിലോ നമ്മുടെ PA പുള്ളിക്കാരൻ ശ്രുതിയെ വിളിക്കുകയാണ്. അപ്പോൾ ശ്രുതി കോൾ എടുത്തതും ശ്രുതിയോട് പറയുന്നുണ്ട്, അതെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എടോ, തന്നോടല്ലേ പറഞ്ഞത്, താൻ എന്തിനാ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്? ദേ താൻ തൻ്റെ കാര്യം നോക്ക്, ഞാൻ ആ മേഡത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പണി പോവെന്നും പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും നീ ഒരു മേഡത്തിനോടും പറയില്ല, നീ ആരാണെന്നും നിനക്കാരൊക്കെ ഉണ്ടെന്നുമുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടെത്തി. മോളെ കല്യാണി, നീ അധികം കളിക്കല്ലേ എന്നും പറഞ്ഞ് ശ്രുതിയുടെ പേരെടുത്ത് വിളിക്കുകയാണ്. അപ്പം ശ്രുതിക്ക് കല്യാണി എന്നുള്ള പേര് കേട്ടതും പെട്ടെന്ന് തന്നെ പേടിയായി. ഇനി ഇവൻ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണോ തന്നോട് സംസാരിക്കുന്നതെന്ന് അറിയാതെ ഇവൾ ഒരു നിമിഷം ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ആണെങ്കിലോ, മോളെ നീ ഒന്ന് കെട്ടിയതാണെന്നും നിന്റെ പേര് കല്യാണി എന്നാണെന്നും ആ കുടിയിൽ നിനക്കൊരു കുഞ്ഞുള്ള കാര്യമൊക്കെ അറിഞ്ഞു വെച്ചിട്ടാടി ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് ഞാൻ കുറച്ച് സമയം തരാം, നാളെ വൈകുന്നേരം 5 മണിക്ക് ഞാൻ പറയുന്ന ഹോട്ടലിൽ നീ വരണമെന്നും പറഞ്ഞ് ഇങ്ങനെ
ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരി അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അവളും ഇത് സ്പീക്കർ ഫോണിലിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ കേട്ടിട്ട് ഈ വൃത്തികെട്ടവൻ ഇത് എന്തൊക്കെയാ പറയുന്നത്, നീ വിളിക്കുന്നിടത്തൊന്നും വരാൻ പറ്റില്ലടാന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി പറഞ്ഞു, എടി നീ ഒന്നും മിണ്ടാതെ ഇരിക്കുക, ഞാൻ അയാളോട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ സംസാരിക്കട്ടെ, ഞാൻ വരാമെന്നും പറഞ്ഞ് ശ്രുതി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും കൂട്ടുകാരി ചോദിക്കുക, എന്താ ശ്രുതി നിന്റെ ഉദ്ദേശം, അയാൾ വിളിക്കുന്നിടത്തൊക്കെ പോവാൻ തന്നെയാണോ എന്ന് ചോദിക്കുക. അത് എന്തായാലും അതല്ലാണ്ട് ഇപ്പൊ എന്താ നമ്മൾ ചെയ്യാന്നും പറഞ്ഞ് ഇവളിങ്ങനെ പകച്ചു നിൽക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ സച്ചി കൊണ്ടുവന്ന അങ്ങാടി മരുന്നുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നമ്മുടെ അച്ചമ്മക്കുട്ടി ഒരു സൂപ്പർ ഒരു കഷായം അങ്ങ് ഉണ്ടാക്കി. ഈ കഷായമൊക്കെ ആയിട്ട് രേവതി അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത്, അല്ല ഇതെങ്ങനെ ചന്ദ്രമതിക്ക് കൊടുക്കും, അല്ലെങ്കിൽ തന്നെ രേവതി കാരണമാണ് ഉരുണ്ട് വീണതെന്നും പറഞ്ഞ് 24 മണിക്കൂറും അവളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം രേവതി സ്നേഹത്തോടു കൂടി ഈ മരുന്ന് കൊടുത്താൽ എന്തായാലും അമ്മ കഴിക്കുന്ന ലക്ഷണമൊന്നുമില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവൾ അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും, എന്താടി നിന്റെ കയ്യിൽ ഒരു സാധനമെന്ന് ചോദിച്ച് നമ്മുടെ ചന്ദ്രമതി വിശേഷങ്ങൾ തിരക്കുമ്പോഴത്തേക്കിനും, അമ്മ ഇത് ഈ മരുന്ന് അമ്മ കുടിക്കുക, ഇത് നല്ല മരുന്നാണ്, ഇത് കഷായമാണ്, വേദനയൊക്കെ അമ്മക്ക് മാറും, നാളെ ഉണ്ടല്ലോ അമ്മ നല്ല സൂപ്പറായിട്ട് നടക്കുമെന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും, പിന്നെ നീ കൊണ്ടുവരുന്ന സാധനമല്ലേ വല്ല വിഷവും കലക്കിയതായിരിക്കുമെന്നും പറഞ്ഞു ചന്ദ്ര നമ്മുടെ രേവതിയെ കുറ്റം പറയാൻ തുടങ്ങി. അപ്പോഴത്തേക്കിനും നമ്മുടെ അച്ചമ്മ പറഞ്ഞു, എടി നീ ഈ കിടക്കയിൽ കിടന്നിട്ടും നിന്റെ അഹങ്കാരത്തിനൊരു കുറവും ഇല്ലല്ലേ, ദേ ഇപ്പൊ തന്നെ നിനക്ക് വേണ്ടി ഈ കഷായം ഉണ്ടാക്കാനായിട്ട് ഈ പിള്ളേര് രണ്ടുപേരും എൻ്റെ പുറകെ നടക്കുമായിരുന്നു. അതും പോരാഞ്ഞിട്ട് എൻ്റെ സച്ചിയാണ് അങ്ങാടിയിൽ പോയി ഈ സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത്. നീ അവന് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്തോ? നീ 24 മണിക്കൂറും നിന്റെ 2 മക്കളെ കുറിച്ചുള്ള ഒരേ ഒരു ചിന്തയിൽ ജീവിക്കുകയല്ലേ, നീ എപ്പോഴെങ്കിലും എൻ്റെ സച്ചിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ചന്ദ്രയാണെങ്കിൽ ഒരു നിമിഷം ഒന്നും മിണ്ടാണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ രവി പറഞ്ഞു, ചന്ദ്ര ദേ അമ്മ ഉണ്ടാക്കി തന്ന കഷായമാണ്, അതുകൊണ്ട് ആ ഗ്ലാസ് രേവതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേ മോളെ, ഇവിടെ വന്ന് കൊടുക്കെന്നും പറഞ്ഞ് രേവതിയെ നിർബന്ധിക്കുമ്പോഴത്തേക്കിനും ചന്ദ്ര പറയാ, കഷായം ഒന്നും ഞാൻ കുടിക്കില്ല അയ്യേ എന്ന് പറഞ്ഞ് അവൾ വാള് വെക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും, ഇനിയിപ്പൊ ഇവിടെ നോക്കി നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല, ഇനി ലാസ്റ്റ് തടവ് അത് തന്നെ എടുക്കണമെന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ശ്രീകാന്തിനെ ഒന്ന് കണ്ണു കാണിച്ചു. ശ്രീകാന്ത് ആണെങ്കിലോ പെട്ടെന്ന് അവന് കാര്യം പിടികിട്ടി. പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് അമ്മേന്റെ കൈക്കും പിടിച്ചു, സച്ചി കാലിനും പിടിച്ചു. അങ്ങനെതാ രവി ആ മരുന്ന് ആ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ മക്കളൊക്കെ കൂടി ഈ മരുന്ന് കുടിപ്പിക്കുന്ന സമയത്ത്, എടാ നീയൊക്കെ കൂടി എൻ്റെ അമ്മ എന്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞ് സുധി അപ്പുറം മാറി നിന്ന് ബഹളം വെക്കുകയാണ്. ദേ മിണ്ടാതെ ഇരുന്നോളെന്ന് പറഞ്ഞ് സച്ചി അവന്റെ മെക്കിട്ട് കയറുകയാണ്. പിന്നെ ചന്ദ്രമതി ഒരുവിധം ആ ഒരു മരുന്ന് ഇറക്കി. അതിനുശേഷമാണെങ്കിലോ ചന്ദ്ര പറയാണ്, ഇത് എന്താണിത്, എന്ത് കയ്പാണിത്, എനിക്കിത് കഴിക്കാനേ പറ്റുന്നില്ല, ഞാനിപ്പോൾ ഛർദ്ദിക്കുമെന്നും പറഞ്ഞ് അവൾ ഛർദ്ദിക്കാൻ തുടങ്ങുന്ന സമയത്ത്, ഛർദ്ദിക്കുവങ്ങാനും ചെയ്താലുണ്ടല്ലോ ചന്ദ്രമതി ഞാൻ ആരാണെന്ന് നീ അറിയുമെന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ദേഷ്യപ്പെടുകയാണ്. അപ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ ഇറക്കിയല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് അത് മുഴുവനും പുള്ളിക്കാരി അങ്ങ് ഇറക്കി. ഇനി ചന്ദ്രയുടെ വേദന മാറുമോ അതോ നമ്മുടെ ശ്രുതി ആ പുള്ളിക്കാരൻ വിളിച്ചതുപോലെ ഹോട്ടലിലേക്ക് പോവോ എന്നുള്ള വിശേഷങ്ങളൊക്കെ അറിയാൻ നാളത്തേക്കൊന്ന് കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ ദാ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതുവരെ താങ്ക്